ചെട്ടികുളങ്ങര ദേശസേവിനി വായനശാലയിൽ റിപ്പബ്ലിക് ദിനാഘോഷവും സെമിനാറും നടത്തി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പ്രൊഫസർ ഷാനവാസ് വള്ളികുന്നം ഉദ്ഘാടനം നിർവഹിച്ചു. ചെട്ടികുളങ്ങര ദേശസേവിനി വായനശാലയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിന ആഘോഷവും സെമിനാറും സംഘടിപ്പിച്ചു. വജ്രശോഭയാർന്ന ഇന്ത്യൻ ഭരണഘടന എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ. ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ടമെന്റൽ റൈറ്റാണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. സംസാരിക്കാനുള്ള, എക്സ്പ്രസ് ചെയ്യാനുള്ള, ആവിഷ്കരിക്കാനുള്ള എൻ്റെ അവകാശം. അപ്പോൾ സംസാരമൊക്കെ ആവിഷ്കാരത്തിൻ്റെ ഭാഗം. അപ്പോൾ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം പലപ്പോഴും നമുക്ക് നിയന്ത്രിക്കേണ്ടി വരും, കട്ടയിൽ ചെയ്യേണ്ടി വരും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. കാരണം മറ്റൊരു വ്യക്തിയെ അത് മുമ്പിലേക്കും അവരുടെ അഭിമാനബോധത്തെ അത് മുൾപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് തന്നെ അത് നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ തെറ്റായി. മറ്റ് അപ്പുറത്തേക്ക് കടക്കും. അപ്പുറത്തെ ചോദ്യം, എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ എനിക്ക് വസ്ത്രധാരണം നടത്താൻ കഴിയുമോ, അതിനുള്ള അവകാശം എനിക്കുണ്ടോ? രണ്ടാമത്തെ ചോദ്യമാണ്. ഈ ഒരു ചോദ്യം ആ പബ്ലിക് സ്പിയറിൽ ചോദിക്കപ്പെട്ടു. പക്ഷേ അത് ശരിയായ രീതിയിൽ ഉത്തരം കിട്ടിയില്ല. ഇതെല്ലാം കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോബ്ലംസ് ആണ് എന്നുള്ളത് ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് നമ്മളുടെ രാജ്യസഭയിൽ വ്യവസ്ഥയാണ്. അതിന്റെ ഒരു മൂവ്മെന്റ് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഭരണഘടന. ആദ്യം ഭരണഘടന വേണമെന്ന് പറഞ്ഞൊരു കമ്മ്യൂണിസ്റ്റാണ് ഞങ്ങൾ പോയി. ആദ്യമായിട്ട് നമുക്ക് ഒരു വിവിധമായ നമ്മളെങ്ങനെ ജീവിക്കണം, നമ്മുടെ അവകാശങ്ങളുണ്ട്, നമ്മുടെ അധികാരങ്ങളുണ്ട്, നമ്മളെങ്ങനെ ഭരിക്കണം, എങ്ങനെ ഭരിക്കപ്പെടണം, കാഴ്ച. അതിനുശേഷമാണ് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഒട്ടേറെ ദിവസങ്ങൾ, ഞാൻ നേരത്തെ അതിന്റെ ദിവസത്തിന്റെ കണക്കിൽ 2 വർഷം 11 മാസം 17 ദിവസം വ്യത്യസ്ത വിഷയങ്ങൾ കൈകാര്യം ചെയ്താണ് ഭരണഘടന ഉണ്ടാക്കിയത്. 46 ജൂലൈക്കായി 49 നവംബർ 26-ാം തീയതി. ഭരണഘടന എന്ന് പറയുന്നത് നിയമങ്ങളുടെ നിയമമാണ്. രാജാതിരാജൻ, ദേവന്മാരുടെ ദേവൻ എന്ന് പറയുന്ന പോലെ നിയമങ്ങളുടെ നിയമമാണ് ഭരണഘടന. അതാണ് ഭരണഘടനയുടെ നിയമം. ഭരണഘടനയ്ക്ക് എതിരായി ഒരു നിയമവും ഇല്ല. ആരെങ്കിലും ഒരു നിയമം ഭരണഘടനയ്ക്കെതിരായി ഏതെങ്കിലും സംസ്ഥാനമോ അല്ലെങ്കിൽ കേന്ദ്രമോ കൊണ്ടുവന്നാൽ ആ നിയമം പൂർണ്ണമായോ അതിനകത്തെ ഭരണഘടനാ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ടുള്ള വകുപ്പുകളോ അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാനുള്ള അവകാശം ഹൈക്കോടതിക്ക്, സുപ്രീം കോടതിക്കും. പരിപാടി മാവേലിക്കര താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പ്രൊഫസർ ഷാനവാസ് വള്ളികുന്നം ഉദ്ഘാടനം ചെയ്തു. വായനശാല സെക്രട്ടറി ജി ബാബു സ്വാഗതം പറഞ്ഞു. വായനശാല പ്രസിഡന്റ് BR ശ്യാമപ്രസാദ് അധ്യക്ഷത വഹിച്ചു. സെമിനാറിൽ കായംകുളം KPIC സെക്രട്ടറി അഡ്വക്കേറ്റ് A ഷാജഹാൻ വിഷയാവതരണം നടത്തി. ഡോക്ടർ R ശിവദാസൻ പിള്ള, വിജയൻ, ന്യൂസ് പ്രിന്റ് നഗർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. സിദ്ധു S കൃതജ്ഞത പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.